എറണാകുളം കവിതാ തിയേറ്ററിൽ തുടരും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു ഉമ്മ പെട്ടെന്ന് ഫോൺ എടുത്ത് മോനെ നീ എവിടെയാ എന്ന് വേവലാതിയോട് വിളിക്കുന്നുണ്ടായിരുന്നു. സിനിമ കഴിയാറായപ്പോൾ സിനിമയുടെ ഡയറക്ടർ തരുൺ മൂർത്തിയും അമൃതവർഷിണിയും ചാന്ദിനിയും ബിനു പാപ്പനും ഫർഹാൻ ഫാസിലും തിയേറ്റർ റെസ്പോൺസ് അറിയാൻ തിയേറ്ററിൽ നമ്മുടെ കൂടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞപ്പോഴും ആ ഉമ്മ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. തുടരും എന്ന വിൻറ്റേജ് ലാലേട്ടൻ്റെ ഒറ്റയാൻ്റെ താണ്ഡവമായിരിക്കും ഇനി വരുന്ന നാളുകൾ. മോഹൻലാൽ എന്ന നടനും മോഹൻലാൽ എന്ന താരവും തിളങ്ങിയ പോയിന്റ്സ് അടക്കം 11 പോസിറ്റീവ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൂടാതെ ഒരു നെഗറ്റീവ് കൂടിയുണ്ട്. ഈ വീഡിയോയിൽ സ്പോയിലർ ഉണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണുക. ഈ സിനിമയുടെ ഫസ്റ്റ് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഫാമിലി ഓഡിയൻസുമായി ഇമോഷണലി കണക്ട് ആകുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ ഓഡിയൻസ് ആയ ഫാമിലിയാണ് ഇതിന്റെ സെൻട്രൽ തീം. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടന്റെ സ്ലീപ്പർ സെൽ എന്ന് പറയുന്ന ഫാമിലി ഓഡിയൻസ് ഇതിന്റെ ഏറ്റവും വലിയ ഓഡിയൻസ് ആകുന്നതും. മോഹൻലാൽ എന്ന ആക്ടർ ലൂസിഫറിലും നേരിലും ദൃശ്യത്തിലും മലയങ്കോട്ട് വാലിബനിലും ഒരു മിന്നായം പോലെ ഉണ്ടായിരുന്നുവെങ്കിലും മോഹൻലാൽ എന്നൊരു കംപ്ലീറ്റ് ആക്ടറുടെ തിരിച്ചുവരവിന്റെ ആദ്യ പടിയാണ് തുടരും. നമുക്കറിയാം ഇനിയും ഇതുക്ക് മേലെയും വരാനുണ്ടെന്ന്. ഒരു ആവറേജ് മലയാളിക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നടൻ ഒരുപക്ഷെ മോഹൻലാൽ ആയിരിക്കും. ഒരു സാധാരണക്കാരനായിട്ട് അഭിനയിക്കുകയാണ് എന്ന് തോന്നിക്കാത്ത അഭിനയമാണ് ലാലേട്ടന്റെ അഭിനയം. സിനിമയുടെ ബാത്റൂം സീനിലാണ് മോഹൻലാൽ എന്ന നടന്റെ പീക്ക് മൂവ്മെന്റ് നമ്മൾ കണ്ടത്. ആ കിടു അഭിനയമായിരുന്നു. ബാത്റൂം സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അവസാനം ലാലേട്ടൻ ചിരിക്കുമ്പോൾ പ്രേക്ഷകർ ചിരിക്കാനും, ലാലേട്ടൻ കരയുമ്പോൾ നമ്മൾ കരയാനും, ലാലേട്ടൻ ഇടിക്കുമ്പോൾ സീറ്റിൽ എണീറ്റ് നിന്ന് കൈയടിക്കാനും പറ്റിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് തുടരും. കേരളത്തിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ടാക്സി ഡ്രൈവറാണ് ഷൺമുഖം. പിന്നെ ഭാര്യയും 2 കുട്ടികളും, പിന്നെ അവരുടെ ചെറിയ ലോകത്തെ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും. ഒരു ദിവസം അവരുടെ ഇടയിൽ ക്ഷണിക്കപ്പെടാതെ കുറച്ച് അതിഥികൾ എത്തുന്നു. പിന്നെ പറയേണ്ടതില്ലല്ലോ, പക്ഷെ ഇതൊരു മാസ് ദൃശ്യമാണെന്ന് പറയേണ്ടി വരും. ദൃശ്യം, ഒപ്പം, പുലിമുരുകൻ, പിന്നെ താഴ്വാരം എന്നിവ ഒന്നിച്ചു വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് തുടരും. ആടുതോമയ്ക്ക് ഒരു സ്ഫടികം ജോർജ് വേണമെങ്കിൽ, ഒരു ജോർജ് കുട്ടിക്ക് IG ഗീതാ പ്രഭാകർ വേണമെങ്കിൽ, ഒരു ഷൺമുഖത്തിന് ഒരു CA ജോർജ് കൂടിയേ തീരൂ. ഒരു ഹീറോക്ക് ഒരു കട്ട വില്ലൻ തന്നെ വേണം. മോഹൻലാലിന്റെ കൂടെ കട്ടക്ക് തന്നെ ഉണ്ടായിരുന്നു പ്രകാശ് വർമ്മയുടെ CI ജോർജ് മാത്തൻ. പ്രകാശ് വർമ്മ ചില്ലറക്കാരനല്ല. വോഡാഫോണിന്റെ സൂസു പരസ്യങ്ങൾ, ഹച്ചിന്റെ കുട്ടിയുടെ നായയുടെയും പരസ്യം, പിന്നെ കേരള ടൂറിസം, SRKയുടെ ദുബായ് ടൂറിസം ഒക്കെ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ് പ്രകാശ് വർമ്മ. NF വർഗീസിന്റെ അഭിനയത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത്. സിനിമയിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആകുന്ന ഒരു എലമെന്റാണ് നൊസ്റ്റാൾജിയ. അത് മിക്കവാറും ഹിറ്റ് ആകും, ചിലപ്പോൾ ക്രിഞ്ച് ആകാം. തുടരും സിനിമയിൽ പഴയ മലയാളം സിനിമയുടെ റെഫറൻസും, മദ്രാസിലെ ജീവിതത്തിലെ ത്യാഗരാജൻ റെഫറൻസും, പഴയ വീട്ടിലെ സിനിമാറ്റിക് ഫ്രെയിംസും, ഷൺമുഖത്തിന്റെ പഴയ കാറും സ്പ്ലെൻഡറും ഒക്കെ വർക്കൗട്ടായ നൊസ്റ്റാൾജിക് എലമെന്റ്സ് ആണ്. ലാലേട്ടനും ശോഭനയും സാഗർ ഏലിയാസ് ജാക്കിക്ക് ശേഷം 15 വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന മലയാള സിനിമയാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ജോഡി മണിച്ചിത്രത്താഴ്, തേന്മാവിൻ കൊമ്പത്ത്, മിന്നാരം, ഉള്ളടക്കം, പക്ഷേ, നാടോടിക്കാറ്റ് തുടങ്ങിയ 55 സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ കെമിസ്ട്രി നല്ലപോലെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇവരുടെ കെമിസ്ട്രി ആണ് സിനിമയുടെ ആദ്യ പകുതിയിൽ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൊടുക്കുന്നത്. സപ്പോർട്ടിംഗ് കാസ്റ്റായി ശോഭന, മണിയൻ പിള്ള രാജു, ഇർഷാദ് അലി ഒക്കെ നന്നായി തിളങ്ങി. ഇതിലെ SI ബെന്നി C കുര്യനായിട്ട് അഭിനയിച്ച ബിനു പാപ്പൻ, മകനായി അഭിനയിച്ച തോമസ് മാത്യു, മകളായി അഭിനയിച്ച അമൃതവർഷിണി എന്നിവർ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിരുന്നു. ഭീഷ്മയ്ക്ക് ശേഷം ഫർഹാൻ ഫാസിലിന് കിട്ടിയ മികച്ച റോളാണ് കോൺസ്റ്റബിൾ സുധീഷ്. അവസാനം പ്രത്യക്ഷപ്പെട്ട ആർഷ ബൈജു, മുകുന്ദനുണ്ടി സിനിമയ്ക്ക് ശേഷം മേരി എന്ന റോൾ മികച്ചതായി. അർജുൻ അശോകനെ ആ സീനിൽ കൊണ്ടുവന്ന നല്ലൊരു ട്വിസ്റ്റ് മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും. ലൂസിഫറിന് ശേഷം മോഹൻലാലിന്റെ സ്റ്റാർഡം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് തുടരും സിനിമയിലാണ്. ദൃശ്യം 2, നേര്, എമ്പുരാൻ ഒക്കെ മികച്ച പെർഫോമൻസ്, മാസ് ഒക്കെ ഉണ്ടെങ്കിലും മോഹൻലാൽ എന്ന സ്റ്റാറിനെ ലൂസിഫറിന് ശേഷം പൂർണ്ണമായി ഉൾക്കൊണ്ടത് ഷൺമുഖത്തിലാണ്. ഒരു വർഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റും മറ്റൊരു 150 crore ക്ലബോ അതുക്കും മേലെ വരാൻ ചാൻസ് ഉള്ള ഒറ്റ സൂപ്പർ സ്റ്റാറെ മലയാള സിനിമയിലുള്ളൂ. അത് ലാലേട്ടനാണ്. ലാലേട്ടൻ എന്ന ഫാൻ ബോയെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ട മൂവിയാണ് തുടരും. ഒരു ലാലേട്ടൻ ഫാൻ ബോയ്ക്ക് വേണ്ട മാസ് എലമെന്റ്സ്, ഒരു ലാലേട്ടൻ ക്രിറ്റിക്കിന് വേണ്ട ആക്ടിങ്, ഒരു ഫാമിലിക്ക് വേണ്ട ഇമോഷണൽ കണക്ഷൻ എന്നിവ ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് തരാൻ കഴിവുള്ള ഡയറക്ടേഴ്സ് ന്യൂ ജനറേഷൻ കുറവാണ്. പക്ഷെ തരുൺ മൂർത്തിക്ക് അത് കഴിഞ്ഞു. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിന്റെ പ്രത്യേകത സാമൂഹിക പ്രശ്നങ്ങളെയും സാധാരണക്കാരായ ആളുകൾ നിയമപാലകരുമായി, പ്രത്യേകിച്ച് പോലീസുമായി, നീതിന്യായ വ്യവസ്ഥയുമായി എങ്ങനെ ഇടപെടുന്നു എന്നതിനെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കുന്നു എന്നതാണ്. ഓപ്പറേഷൻ ജാവ സൈബർ ക്രൈംസിന്റെ കഥ പറയുമ്പോൾ സൗദി വെള്ളക്ക കേരളത്തിലെ നീതി
നീതിന്യായ വ്യവസ്ഥയുടെ കഥ പറഞ്ഞപ്പോൾ തുടരും ഒരു സീരിയസ് സബ്ജക്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോറി ടെല്ലിംഗ്, നരേഷൻ, എക്സിക്യൂഷൻ മാത്രമല്ല, ഈ അടുത്ത കാലത്തെ ഏറ്റവും മികച്ച ലാലേട്ടന്റെ പെർഫോമൻസ് പുറത്തെടുക്കാൻ സംവിധായകന് പറ്റി എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആ കറുത്ത അംബാസിഡർ കാർ കോർ സെന്റർ പ്ലോട്ടിലെ ഒരു ക്യാരക്ടർ തന്നെയായി മാറുന്നുണ്ട്. തുടരും എന്ന സിനിമയിലെ കറുത്ത അംബാസിഡർ കാർ വെറും ഒരു വാഹനമല്ല, അത് ബെൻസിന്റെ, അതായത് നായകന്റെ ജീവിതത്തിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായി മാറി. ആദ്യം മുതൽ ഒടുക്കം വരെ കഥ തിരിയുന്നതിന് കാറിന് ചുറ്റുമാണ്. ജേക്സ് ബിജോയുടെ മ്യൂസിക് ആൻഡ് BGM സിനിമയുടെ ഹൈലൈറ്റ് ആയിരുന്നു. പതിഞ്ഞ താളത്തിൽ തുടങ്ങി ഇന്റർവെല്ലോടുകൂടി മ്യൂസിക് റൈസായി സെക്കൻഡ് പാർട്ടിലെ മാസ് സീനായ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീനിൽ ജേക്സ് ബിജോയുടെ BGM പീക്കിലെത്തി. ഒരു ജനൽ ചാടി വരുന്ന സീനിൽ കവിത തിയേറ്റർ ഇളകി മറിയുകയായിരുന്നു. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ വളരെ മികച്ചു നിന്നു. സിനിമാറ്റോഗ്രഫി ഷാജി കുമാറും, എഡിറ്റിംഗ് നിഷാദ് യൂസഫും ഷഫീഖും, മേക്കപ്പ് പട്ടണം റഷീദും, കോസ്റ്റ്യൂംസ് സമീറ സനീഷും ഒക്കെ മികച്ചു തന്നെ നിന്നു. പിന്നെ ആകെ കുറവെന്ന് പറയുന്നത് ഇതിന്റെ VFX പാർട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. പക്ഷെ സിനിമയുടെ മെയിൻ പാർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പലരും ദൃശ്യത്തിന് മേലെയുള്ള സ്ക്രിപ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇതിന്റെ ഫസ്റ്റ് ഹാഫിന്റെ കഥ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള മെല്ലെ പോക്കുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫിന്റെ പകുതിയോടുകൂടി സിനിമയുടെ പേസ് മാറുന്നുണ്ട്. ഇന്റർവൽ ബ്ലോക്കിൽ ഹൈ പോയിന്റിൽ തന്നെ ഫിലിം എൻഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് തൊട്ട് മാസ് എലമെന്റ്സും ക്ലാസ് എലമെന്റ്സും ഒരുമിച്ച് ചേർത്ത് ഒരു സോഷ്യൽ കോസിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ സിനിമ അവസാനിക്കുന്നുമുണ്ട്. സ്ക്രിപ്റ്റിൽ സെക്കൻഡ് ഹാഫിൽ ഒരു പ്രിഡിക്റ്റബിൾ ഫാക്ടർ ഉണ്ടെങ്കിലും സ്ട്രോങ് സബ് പ്ലോട്ട്സും ഡീസന്റ് ഡയലോഗ്സും കൊണ്ടും പിന്നെ മാസ് എലമെന്റ്സ് കൊണ്ടും അത് ഓവർകം ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് പാക്കേജിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈറ്റ് സ്ക്രിപ്റ്റ് തന്നെയാണ് KR സുനിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിന്റെ ഇവന്റ്സിനൊക്കെ ഒരു പ്രിഡിക്റ്റബിലിറ്റി ഫാക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓഡിയൻസിനെ കോരിത്തരിപ്പിക്കുന്ന മാസ് എലമെന്റ്സ് കൊണ്ട് ആ പ്രിഡിക്റ്റബിലിറ്റി ഫാക്ടർ ഓവർകം ചെയ്യുന്നുമുണ്ട്. ഈ പ്രിഡിക്റ്റബിലിറ്റി ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ദൃശ്യത്തിന് മേലെയുള്ള ഒരു സ്ക്രിപ്റ്റാണ് തുടരുമെന്ന് പറയുന്നതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ദൃശ്യം തന്നെയാണ് മുകളിൽ. ലാലേട്ടന് സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് വന്നാൽ എത്ര ഓടുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 150 കോടിക്ക് മുകളിൽ പോകും സിനിമ. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒരുപാട് റീമേക്സ് വരാൻ സാധ്യതയുള്ള സിനിമ കൂടിയാണ് തുടരും.